പെരിങ്ങാട് പുഴ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജികളിൽ ഇടക്കാല ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സമിതി സ്ഥലം സന്ദർശിച്ചു. വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ്, പഞ്ചായത്ത് അധികൃതർ, ജനപ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. ഇടിയഞ്ചിറ, പെരിങ്ങാട്, തിരുനെല്ലൂർ, പൈങ്കണ്ണിയൂർ, കോന്നാബസാർ, മുനയ്ക്കക്കടവ് എന്നീ പ്രദേശങ്ങളിൽ സംഘമെത്തി. പാവറട്ടി പെരിങ്ങാട് പുഴയെ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജികളിൽ ഇടക്കാല ഉത്തരവ് വന്നിരുന്നു. സംഭവത്തിൽ വിവിധ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി ജോയിന്റ് റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറാനാണ് ഉത്തരവ്. കേസ് ഈ മാസം 18-ന് വീണ്ടും വാദം കേൾക്കും. ചേറ്റുവ പെരിങ്ങാട് തീരദേശ സംരക്ഷണ സമിതിയും ജനപ്രതിനിധികളായ വിമല സേതുമാധവൻ, OJ ഷാജൻ എന്നിവരും ഇതു സംബന്ധിച്ച് ഹൈക്കോടതിയിൽ വെവ്വേറെ ഹർജികൾ നൽകിയിരുന്നു. ഒരേ സ്വഭാവമുള്ള ഈ ഹർജികളെല്ലാം ഒറ്റ കേസായാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പഠനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഘം എത്തിയത്. വെരിഫിക്കേഷൻ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, DF നേരിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പഞ്ചായത്തുകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അഡീഷണൽ ഇറിഗേഷനുണ്ട്. ഇവരെല്ലാവരും ഉൾപ്പെടുത്തിയൊരു ടീമായിട്ട് ഇവിടെ വന്നൊരു ജോയിന്റ് വെരിഫിക്കേഷൻ ചെയ്യാനാണ് ഹൈക്കോടതിക്ക് നിർദ്ദേശമുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഒരു ടീം വരുന്നത്. ഇവിടെ എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം മനസ്സിലാക്കി ഒരു റിപ്പോർട്ടായിട്ട് ഗവൺമെൻറ്റിലോട്ട് സമർപ്പിക്കാനാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടീം വന്നിരിക്കുന്നത്. അവരിന്ന് സർവേ ചെയ്യും. സർവേ എന്ന് പറയാൻ പറ്റില്ല, ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യപരിപാടി. അല്ലാതെ മറ്റ് ഒരു കാര്യങ്ങളിലോട്ടും നമ്മളൊന്നും കടക്കുന്നില്ല. സബ് കളക്ടർ അഖിൽ മേനോൻ, കളക്ടറേറ്റ് ജില്ലാ സർവേ സൂപ്രണ്ട് ഓഫീസർ C മനീഷ്, തഹസിൽദാർമാരായ MK കിഷോർ, ഭൂരേഖ തഹസിൽദാർ VB ജ്യോതി, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ P രാജൻ, KS സോണിയ, DFO രവികുമാർ മീണ, വനം വകുപ്പ് പട്ടിക്കാട് റേഞ്ച് ഓഫീസർ AC പ്രജി, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, പഞ്ചായത്ത് മെമ്പർമാർ, തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികളായ ഷൈജു തിരുനെല്ലൂർ, അബു കാട്ടിൽ, പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ, ഗുരുവായൂർ SHO പ്രേമാനന്ദ കൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറിമാരായ ഷിബുദാസ് കൊമ്മേരി, ജോസ്മോൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു.